in the midst of you after a long time. ഏറെ നാളുകൾക്ക് ശേഷം ദൈവത്തിന്റെ വചനവുമായി നിങ്ങളെ മധ്യ നോക്കുവാൻ ദൈവം എനിക്ക് ഒരുക്കിയ അവസരത്തെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Just like Pastor has said, it is not because he hasn't pushed me or asked me to share that I'm not here. It was my own decision that I wanted to hear and I wanted to spend time in the presence of God before I share with the church. കഴിഞ്ഞ നാളുകളിൽ ഞാൻ നിശബ്ദനായി ഇവിടെ ഇരുന്നത് എനിക്ക് അവസരം ലഭിക്കാഞ്ഞിട്ടല്ല, എന്നാൽ കർത്താവിന്റെ ദാസന്മാർ ശുശ്രൂഷ അനുഭവിപ്പാൻ ദൈവസന്നിധിയിൽ ആലോചന പ്രാപിപ്പാൻ എന്നെ വിധേയപ്പെടുത്തി ഞാൻ ദൈവസന്നിധിയിലായിരിക്കുകയായിരുന്നു. I was also studying for my board exam and twice in this last year I was very busy with that. Not only that, I went through a stage in my life where I don't know how many of you gone through that, where you at times feel like God is distant from your life. I don't know how many of you felt that. എൻ്റെ വിദ്യാഭ്യാസമുള്ള ബന്ധത്തിൽ കഴിഞ്ഞ നാളുകളിൽ അല്പം തിരക്കിൽ ഞാനായിരുന്നു. അത് മാത്രവുമല്ല, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് നിങ്ങൾ എത്ര പേർ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. കർത്താവ് ദൂരവേ ആണോ എന്ന് സംശയിച്ച സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്റെ ജീവിതത്തിൽ ഉണ്ടായി. അങ്ങനെ കടന്നുപോയ അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. Many of the saints in the scripture have gone through those stages, and I personally have experienced. It is not because of my walk was away from God. I knew He was there, but I could not feel His presence on a daily basis. വേദപുസ്തകത്തിൽ അനേക ഭക്തന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് ഈ സത്യം മനസ്സിലാക്കാൻ കഴിയും. അതേ അനുഭവമാണ് എനിക്കുണ്ടായത്. ഞാൻ കർത്താവിൽ നിന്ന് ദൂരവേ യാത്ര ചെയ്തുകൊണ്ടല്ല, എന്നാൽ അവന്റെ സാന്നിധ്യം പൂർണ്ണ അവസ്ഥയിൽ അനുഭവിക്കാൻ എനിക്ക് കഴിയാത്ത സാഹചര്യങ്ങളുണ്ടായി. As I was preparing for this message about 3 weeks ago, as Pastor shared about the message of salt, all of you remember, I know all of you very vividly remember, that is the same week I was supposed to share that morning. I told Pastor I needed a little more time. That's the same week the Holy Spirit given me this very specific message. 2-3 ആഴ്ചകൾക്ക് മുമ്പ് ദൈവനെ സംസാരിക്കാൻ എടുക്കാനുള്ള അവസരം ഉണ്ടായതാണ്. എന്നാൽ അന്ന് അവസരം എനിക്ക് എടുക്കുവാൻ ദൈവാത്മാവിനെ പ്രേരിപ്പിച്ചില്ല. ഞാൻ കർത്താവിന്റെ ദാസനോട് പിന്നീട് അവസരം ആകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് ദൈവജനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം അവസരം ഒരുക്കുന്നത്. So it is with a lot of prayer and a lot of meditation, a lot of spending time that I am in front of you this morning. ഇന്ന് രാവിലെ വളരെ പ്രാർത്ഥനയോടും വളരെ സമർപ്പണത്തോടും വളരെ കണ്ണുനീരോടും വളരെ പ്രതീക്ഷയോടും കൂടിയാണ് വളരെ സമയം ചെലവഴിച്ചാണ് ഇന്ന് ദിവസം നിൽക്കുവാനായിട്ട് എനിക്ക് അവസരമുണ്ടായത്. As all of you know, I am not a preacher, but my father was a preacher. നിങ്ങൾ എല്ലാവരും അറിയാവുന്ന പോലെ ഞാൻ ഒരു പ്രാസംഗികനല്ല. എന്റെ പിതാവ് ഒരു ദൈവദാസനായിരുന്നു, ഒരു പ്രാസംഗികനായിരുന്നു. A lot of the things that I know and I learned from my father. എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചത്, അത് കൂടുതൽ ഞാൻ പഠിച്ചത് എന്റെ പിതാവിൽ നിന്നും അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ നിന്നും ജീവിതത്തിൽ നിന്നുമാണ്. So for today's meditation, let us turn to the book of Matthew chapter 25. ഇന്ന് രാവിലെ സമയം നമ്മുടെ ധ്യാനത്തിനായി മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. And I'm going to have that text in English on the screen so you can follow, but I have asked Brother Joseph to read that in Malayalam. വാക്യം നമുക്ക് 25-ാം അധ്യായത്തിന്റെ ആ വാക്യം നമുക്ക് verse 31 through 46. 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ മലയാളത്തിൽ വായിക്കാം. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ തന്റെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുവശത്തുള്ളവരോട് അരുളിച്ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തത്? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ.
എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും. അതിന് അവർ, കർത്താവേ, ഞങ്ങൾ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാനിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാനുള്ളത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരവാറുള്ളൂ. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവിതത്തിലേക്കും പോകും. Thank you, brother. The key verse that I want to focus on is verse 40. 40-ാം വാക്യമാണ് ഈ വായിച്ച വേദഭാഗത്തിൽ നിന്നും നമുക്ക് പ്രത്യേകമായി ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത്. The king will reply, I tell you the truth, whatever you did for one of the least of these brothers of mine, you did for me. രാജാവ് അവരോട്, എന്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തരം നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്തു. Jesus is speaking regarding the final judgment, this parable, and he is talking to two groups of people. ഈ ഉപമയിൽ കൂടി കർത്താവായ യേശുക്രിസ്തു അന്ത്യ ന്യായവിധിയെക്കുറിച്ച് സംസാരിക്കുന്നു. And there he is talking to two different groups about what they have done and what they have not done. രണ്ട് കൂട്ടം ആൾക്കാരെ ഉള്ള ബന്ധത്തിൽ അവരിൽ ഒരു കൂട്ടരെ എന്ത് ചെയ്തില്ല, ഒരു കൂട്ടർ എന്ത് ചെയ്തു എന്ന വ്യത്യസ്തമായി തരംതിരിച്ച് കർത്താവ് സംസാരിക്കുന്നു. And in verse 40 he is specifically talking about a group of people as brothers, and he is addressing them as brothers of mine. 40-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കൂട്ടം ആൾക്കാരെ സഹോദരന്മാരെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് അവരോട് സംസാരിക്കുന്നു. I know there is a lot of discussion has been in the theology and also still continuing who these brothers are. വേദശാസ്ത്രപരമായി സഹോദരന്മാർ ആരാണെന്നതിനെ കുറിച്ച് വ്യത്യസ്തമായ ചിന്താഗതികളുണ്ട്. Some theologians say they were Jews, some say they were referring to Christians, some say they were all the suffering people all over the world, all around us. ചില ആൾക്കാർ അഭിപ്രായപ്പെടുന്നത് യഹൂദന്മാരാണ്, ചില ആൾക്കാർ അഭിപ്രായപ്പെടുന്നു അവര് ക്രിസ്ത്യാനികളാണ്, മറ്റു ചിലരുടെ അഭിപ്രായം ലോകത്തിന്റെ നാനാഭാഗങ്ങൾ കഷ്ടപ്പെടുന്ന ദൈവമക്കൾ ആണെന്നുള്ളതാണ്. But if we end up debating these issues just like these people, we become like the Pharisees and the leaders of the law. ഈ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നാം സംവാദത്തെ തുടരുകയാണെങ്കിൽ മറ്റുള്ളവരെ പോലെ മനുഷ്യന്മാരെ പോലെ നാം ആയി തീരുവാനായിട്ട് സാധ്യതയുണ്ട്. The experts of the law once asked Jesus, who is my neighbor? ഒരിക്കല് നിയമജ്ഞന്മാർ യേശുവിനോട് ചോദിച്ചു, എന്റെ സഹോദരൻ ആരാണ്? If you read Luke chapter 10 verse 29, you see they were trying to ask Jesus, who are my neighbors? ലൂക്കോസ് 29-ൽ എന്റെ അയൽക്കാരൻ ആരാണെന്ന് യേശുവിനോട് ചോദിച്ചു. So all of you know the parable of the Good Samaritan. Jesus' response to them was that parable of the Good Samaritan. നല്ല സമരിയക്കാരന്റെ കഥ നമുക്കെല്ലാവർക്കും പരിചയമുള്ള കഥയാണ്. So if you study that parable, you know the person who Jesus was referring to as the good neighbor, that you know the person who was in need was neither a Jew nor a Samaritan, but a person who was direly in need. തന്റെ അയൽക്കാരൻ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അത് യഹൂദനോ അത് ജാതിയോ ക്രൈസ്തവനോ എന്നുള്ളത് തിരിക്കാതെ ഏത് മനുഷ്യൻ ആവശ്യത്തിലായിരിക്കുന്നു അവനാണ് നിന്റെ ഏറ്റവും അടുത്ത അയൽക്കാരൻ എന്നാണ് പഠിപ്പിക്കുന്നത്. So the importance of that parable that we read, it is not about who, but who was in need. That is the importance of that parable. ആരാണെന്നുള്ളതല്ല, ആരാവശ്യത്തിലായിരിക്കുന്നു എന്നുള്ളത് കരുതിയാണ് നാം പ്രവർത്തിക്കേണ്ടത്. So that is the same inspiration God given me, and so it was obvious to me in this parable who Jesus was referring to as his brothers were those people who are in need all around us. അതേ ചിന്താഗതിയോടുകൂടിയാണ് ഈ സംഭവത്തെ ഞാൻ വിവരിക്കുന്നതും കാണുന്നതും. അതുകൊണ്ട് സഹോദരന്മാരുള്ളതിൽ ആരെയാണ് കാണേണ്ടതെന്നുള്ളത് ആദ്യം ചിന്തിക്കുന്നത്. Even in my house, as I was growing up in Kerala, I heard my mom and dad debating this issue. ഞാൻ എന്റെ കുടുംബത്തിൽ ഞാൻ വളർന്നു വന്നപ്പോൾ എന്റെ കുഞ്ഞുനാളിൽ എന്റെ മാതാവും പിതാവും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പല അഭിപ്രായങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. They were not debating theology, but they were debating practical Christian life. അവരെ വേദശാസ്ത്രപരമായിട്ടല്ല ഇത് വിലയിരുത്തിയത്, പ്രായോഗിക ജീവിതത്തിൽ ഈ സഹോദരന്മാർ ആരാണെന്നുള്ളതിനെ കുറിച്ച് അവർ ചിന്തിക്കുകയുണ്ടായി. My mother was a godly woman, and she was a prayer warrior. In fact, I don't know many women as godly as my mother was. എന്റെ മാതാവ് ആത്മാർത്ഥമായ ദൈവത്തെ സ്നേഹിക്കുകയും പ്രാർത്ഥനയിൽ സമയങ്ങൾ ചെലവഴിക്കുകയും ചെയ്ത അനുഗ്രഹീതമായ ദൈവദാസിയായിരുന്നു. എന്റെ അമ്മച്ചിയെ പോലെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. But she quite often disagreed